ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ 3 രീതിയിലുള്ള ഫേസ് മാസ്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് സെയിം പാറ്റേൺ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഫേസ് മാസ്കിന് നമ്മൾ മുകൾ വശത്ത് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഫേസ് മാസ്കിന് 2 കളറിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഡിഫറൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്കിൻ്റെ പാറ്റേൺ വരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ മടക്ക് വശം എൻ്റെ അരികിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ആ മടക്ക് വശത്ത് നിന്നും അകത്തേക്കായി ഞാനൊരു 5 സെൻറ്റിമീറ്റർ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും ഒരു 8 സെൻറ്റിമീറ്ററും പുറത്തേക്ക് മാർക്ക് ചെയ്തെടുത്തു. ആദ്യം 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, പിന്നീട് 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും മുകൾ വശത്തേക്കും ഒരു 8 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം ഇത് രണ്ടും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം. 8 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും നമുക്ക് മുകൾ വശത്തേക്ക് 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ആ ഒരു 2 പോയിന്റുകൾ തമ്മിലും ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റിയെടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഈ മടക്ക് വശത്ത് ഒരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. സംഭവം വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെക്കാൻ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് യോജിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് മടക്ക് വശത്ത് നിന്നും അകത്തേക്കൊരു 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഈ ഒരു ഭാഗത്തും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകം വശത്തേക്ക് ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള പോയിൻ്റ് പുറം വശത്തേക്ക് നമ്മൾ ഒരു ഭാഗത്ത് അകം വശത്തേക്കും ഒരു ഭാഗത്ത് പുറം വശത്തേക്കും ആയിട്ടാണ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് 1 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഡോട്ടിലൂടെ തട്ടിച്ച് ഇതുപോലെയൊരു കേർവ് ഷേപ്പിൽ വേണം ഈ ഒരു ഭാഗം വരച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു തവണ കൂടി ഈ ഒരു ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കൂ കേട്ടോ. മനസ്സിലാവാതിരിക്കാനൊന്നുമില്ല, ജസ്റ്റ് നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശമാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് നിന്നും അകത്തേക്ക് ഒരു 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 1.5 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് 1.5 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 1.5 സെൻറ്റിമീറ്റർ കൊടുത്തു, ഈ ഒരു ഭാഗത്ത് 2 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ മറ്റൊരു കളറിൽ കൂടി ഒന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വരച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫേസ് മാസ്കിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേ ഈ 2 ഭാഗത്ത് കൂടി നമ്മളൊന്ന് വരച്ച് ഇതുപോലെ വരച്ച് ചേർക്കണം. അത് നേരത്തെ മറന്നു പോയതാണ്. നമുക്കിത് ഈ ഒരു ലൈന് കൂടി ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫേസ് മാസ്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അതെങ്ങനെയാണ് എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഫേസ് മാസ്കിൻ്റെ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാറ്റേണിൽ തന്നെ 1/2 ഇഞ്ചിലോ 1 ഇഞ്ചിലോ ഒക്കെ വ്യത്യാസം വരുത്തി നമ്മൾ ആ ഒരു സെയിം ഷേപ്പിൽ തന്നെ ഇതുപോലെ വരച്ച് നമുക്ക് അതിനേക്കാൾ കുറച്ച് ചെറുതായിട്ടുള്ള ഫേസ് മാസ്കും ചെയ്തെടുക്കാം. ഓക്കെ, ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് വരച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ
ഇത് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ സെയിം മെഷർമെൻറ്റിൽ 2 പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തുണിയുടെ മടക്ക് വശവും പേപ്പറിൻ്റെ മടക്ക് വശവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡബിൾ കളറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് ഇവിടെ കാണിക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പീസ് ഫാബ്രിക് ഇതുപോലെ ഞാനൊന്ന് നടുമടക്കി വിരിച്ചെടുത്തു. പിന്നീട് രണ്ടാമത്തെ പീസ് ഫാബ്രിക്കും ഒന്ന് നടുമടക്കി വിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ വെച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇല്ലേ, ആ പാറ്റേൺ ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെയാണ് വെച്ചെടുക്കുന്നത്. ഇതിന് ചുറ്റിലും നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മടക്ക് വശം കണക്കാക്കി വെക്കൊന്നും വേണ്ട കേട്ടോ. ആ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫേസ് മാസ്കിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിനെ കണക്കാക്കി നമ്മളിത് ചുറ്റിലും വരച്ചെടുക്കണം. എവിടെയും നമ്മൾ വിട്ടുപോകുന്നില്ല. കണ്ടില്ലേ, ഇതുപോലെ ചുറ്റിലും വരച്ചെടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് 4 പീസ് ഫാബ്രിക് ആയിട്ടാണ് ഇത് കിട്ടുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 4 പീസ് ഫാബ്രിക്കാണ് കിട്ടുക. കണ്ടില്ലേ, ഒരു വശത്ത് നമ്മൾ നേരത്തെ 2 പീസായിട്ടായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 4 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം സംഭവം ബേസ് ഒന്ന് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ നമ്മൾ വരുത്തുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ഫേസ് മാസ്കാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസിൽ നിന്നും ഒരു പീസ് ഫാബ്രിക് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ അരികുവശമൊക്കെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. അതിനുശേഷം നമുക്കിവിടെ ഈ മടക്ക് വശത്തിൻ്റെ മുകൾ വശത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പീസ് ഫാബ്രിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെ, ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കിതേ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 പീസ് ഫാബ്രിക്കും ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. എന്നിട്ട് നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പെല്ലാം ഒരേ രീതിയിൽ വരുന്ന പോലെ വേണം വെച്ചെടുക്കാൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ വെച്ചെടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ മുകൾ വശത്തും താഴ്വശത്തും നമുക്കൊരു 1/4 ഇഞ്ച് വിട്ട് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആ കറക്റ്റ് ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ സെയിം ഷേപ്പിൽ തന്നെ ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമുക്കിതിൻ്റെ താഴ്വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നൂല് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഇതേ നമുക്കിതിനൊന്ന് പുറം തിരിച്ചെടുക്കാം. ഇതേ നല്ല വശം ഇതുപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് വച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ അയൺ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് വിരൽ വെച്ചിട്ട് നഖം വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിൽ വെച്ചെടുക്കാൻ വേണ്ടി ഇലാസ്റ്റിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 14 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാനിവിടെ 2 പീസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളത്തിൽ വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഇതേ മാസ്കിൻ്റെ അരികുവശത്ത് നിന്നും ഒരു 1 സെൻറ്റിമീറ്ററോളം അകം വശത്തേക്ക് വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്.
കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ? ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും 1/2 സെൻറ്റിമീറ്ററോളം ചീത്ത വശത്തേക്ക് ചുറ്റിലും മടക്കി അകത്തേക്കാണ് വച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകൾ വശത്തും താഴ്വശത്തുമായി ഇലാസ്റ്റിക്കിനെ ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂടാതെ നമ്മുടെ മാസ്കിൻ്റെ മുകൾ വശവും താഴ്വശവും ഒക്കെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. അതോടുകൂടി നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇലാസ്റ്റിക് വെച്ചെടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കേണ്ട കേട്ടോ. ശേഷം നമ്മളിതേ ഇതുപോലെ മാസ്കിന് ചുറ്റിലും ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്ക് തന്നെയാണിത്. ഓക്കെ, കണ്ടില്ലേ? നല്ല ഷേപ്പായിട്ടുള്ളൊരു മാസ്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫേസ് മാസ്കിൽ തന്നെ എങ്ങനെയാണ് ലേസ് വെച്ചെടുക്കേണ്ടത് എന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഫാബ്രിക് നമ്മുടെ ആ ഒരു പാറ്റേൺ വെച്ച് സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പിലുള്ള ലേസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ലേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ലേസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫാബ്രിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ ഒരു പീസിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി താഴ്ത്തിയാണ് വെച്ചെടുക്കേണ്ടത് എങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇരുവശങ്ങളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്കിൻ്റെ മുകൾ വശം ആ ഷേപ്പ് കൊടുത്തിട്ടുള്ള ഭാഗമില്ലേ, ആ ഒരു ഭാഗമാണ് മുകൾ വശം. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെയിം ഷേപ്പിൽ തന്നെ വരുന്ന രീതിയിൽ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നന്നാവുക. കുറച്ച് താഴ്ത്തിയിട്ട് വെച്ചെടുക്കുന്നതാണ് ലേസ് നന്നാവുക. ഇനിയിപ്പോൾ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ എങ്ങനെയാണ് അതാണല്ലോ ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഞാനൊന്നിവിടെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ രണ്ടാമത്തെ ഫേസ് മാസ്കിൻ്റെ ഫാബ്രിക് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകൾ വശവും താഴ്വശവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ലേസിനെ നിങ്ങൾക്ക് ഇതിൻ്റെ അകംവശത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബീഡ്സൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ലേസ് ആണെങ്കിൽ കുറച്ച് നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി നമുക്കിതേ ഈ ഒരു അരികു വശത്ത് നിന്നും 1 സെൻറ്റിമീറ്ററോളം ലേസിൻ്റെ ആ ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ ഇരുവശങ്ങളിൽ നിന്നും 1 സെൻറ്റിമീറ്ററോളം വലിപ്പത്തിൽ ഞാനൊന്ന് ലേസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ അരികുവശം 1 സെൻറ്റിമീറ്റർ അകംവശത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ഇലാസ്റ്റിക് നിങ്ങൾ താഴ്വശത്തും വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ ഞാനിവിടെ നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇലാസ്റ്റിക് നിങ്ങൾക്ക് ഇതുപോലെ മുകൾ വശത്തേക്ക് പൊങ്ങിക്കിടക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്വശത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ബീഡ്സൊക്കെ വെച്ച് തുന്നി പിടിപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ കളറിലുള്ള ഫേസ് മാസ്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ 2 നിറത്തിലുള്ള ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഓരോ പീസ് വീതേ ഇതുപോലെയൊന്ന് എടുക്കുക. ഞാനിതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ ഇതുപോലെയുള്ള ആ ഒരു കേർവ് ഷേപ്പുള്ള ആ ഒരു ഭാഗത്ത് കൂടെ ഞാനൊന്ന് നമ്മുടെ പൈപ്പിങ്ങിനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിങ്ങിൻ്റെയും ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ച് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് രണ്ടാമത്തെ കളറിലുള്ള ഫാബ്രിക് വെച്ചിട്ട് നമ്മുടെ ഷേപ്പൊക്കെ കറക്റ്റ് ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് അകം വശത്തേക്ക് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പൈപ്പിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ കറക്റ്റ് സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വേണം ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പൈപ്പിംഗ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അകംവശത്തായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പൈപ്പിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിൻ്റെ ആ ഒരു അരികുവശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2 പീസ് ഫാബ്രിക്കും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഒരു പൈപ്പിംഗ് കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൈപ്പിംഗ് ഇല്ലാതെ ഡബിൾ കളറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാനിവിടെ പൈപ്പിംഗ് കൊടുക്കുന്നുള്ളൂ, പിറകിലെ പോർഷനിൽ പൈപ്പിംഗ് കൊടുക്കുന്നില്ല. അതും ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒരു പീസിൻ്റെ മുകളിൽ രണ്ടാമത്തെ കളറിലുള്ള ഫാബ്രിക് ഇതുപോലെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഷേപ്പെല്ലാം ഒരേപോലെ വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 പീസ് ഫാബ്രിക് നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. എന്നിട്ട് താഴ്വശവും മുകൾ വശവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അരികുവശം ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതോടുകൂടി നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഡബിൾ കളർ മാസ്കിൻ്റെ പിറകുവശം നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പൈപ്പിങ്ങിന് പകരം നിങ്ങൾക്ക് ലേസ് വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇരുവശങ്ങളിലേക്കായി നിൽക്കുന്ന രീതിയിൽ വെച്ചെടുക്കാം, അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലേസ് വെച്ചിട്ടുള്ള ആ ഫേസ് മാസ്കിൻ്റെ ഒരു വശത്തുള്ള ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് താഴേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ലേസിനെ പതിച്ചടിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 രീതിയിലുള്ള മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.